ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് അവിൽ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി ഉണ്ടയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്, സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കപ്പിൽ ശർക്കര പൊടിച്ചതെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കാം. അതിലേക്ക് ഒരു കപ്പ് അവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ആ ഒരു പാകത്തിന് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഒരു കപ്പ് കടലയാണ്, നിലംകടല. അതൊന്ന് വറുത്തെടുത്തതാണ്, അതൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ തിളച്ച് വന്ന ശർക്കരപ്പാനിയിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അവിലിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കടല പൊടിച്ചതും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ഫ്രഷാക്കി എടുത്ത കടലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കടലയ്ക്ക് പകരം അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത്. ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിലേക്ക് നെയ്യോ ഓയിലോ ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കടലയിൽ നിന്നും അതുപോലെ തന്നെ തേങ്ങയിൽ നിന്നൊക്കെ നന്നായിട്ട് എണ്ണ ഇറങ്ങി വരും. അതുവരെ നമുക്കിതിങ്ങനെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി തണയാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു ഉരുളകളാക്കിയിട്ട് വേണം നമുക്ക് ഇതിന്ന് തയ്യാറെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലൊന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.